ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു അടിപൊളി കുക്കിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഷേക്കാണിത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബൂസ്റ്റ് മിൽക്ക് ഷേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ബൂസ്റ്റ്, അതുപോലെ തന്നെ ഒരു പാക്കറ്റ് പാല്, നമ്മൾ കിസ്മസ്, അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മൾ തേൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് വേണ്ട പഴം. നമ്മൾ എടുത്തേക്കുന്ന പാല് നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തേക്കുന്ന പാലാണ്. ആ പാല് നമ്മൾ അതിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സിയുടെ. ഇനി നമ്മൾ എടുത്തേക്കുന്നത് പഴമാണ്. നമ്മൾ പഴം ചെറുതായിട്ട് ഇതിലേക്ക് മുറിച്ച് കൊടുക്കാം. നിങ്ങൾ എടുക്കുമ്പോൾ പൂവൻപഴം തന്നെ എടുക്കാനായിട്ട് നോക്കാം. ഇത് പൂവൻപഴമല്ല, അപ്പോൾ നിങ്ങൾ പൂവൻപഴം തന്നെ എടുക്കാനായിട്ട് നോക്കാം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രത്യേക ടേസ്റ്റൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പഴമൊക്കെ അതിലേക്ക് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ബൂസ്റ്റാണ്. നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ബൂസ്റ്റ് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇപ്പോൾ ബൂസ്റ്റ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതലും ബൂസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതുകൂടാതെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയിൽ ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ അടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് നല്ല കട്ടിയിലാണ് നമുക്ക് നമ്മുടെ ഷേക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമ്മൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ എടുത്തേക്കുന്ന ഗ്ലാസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതിൻ്റെ സൈഡിൽ നമ്മൾ ബൂസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്താൽ അതിലേക്ക് നമ്മുടെ അടിച്ച് വെച്ചേക്കുന്ന ഷേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ അറിയാം, നല്ല കട്ടിയോട് കൂടിയ ഷേക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നല്ല ഇതായിട്ടുള്ള ടേസ്റ്റിലുള്ള ഷേക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ ഷേക്കൊക്കെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് നമ്മൾ ഗ്ലാസ് നിറച്ച് നമ്മൾ ഷേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് തേനാണ്. 1 ടീസ്പൂണോളം തേൻ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് തേൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബൂസ്റ്റാണ്. ഇത് നമ്മൾ 1 ടീസ്പൂണോളം ബൂസ്റ്റോളം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബൂസ്റ്റൊക്കെ ഇട്ട് കൊടുത്തതിന് നമ്മളിനി അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ഒന്നുകൂടി കൂട്ടാനായിട്ട് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി അത് നമ്മളിനി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പൊടിക്കാതെയാണ് നമ്മൾ കശുവണ്ടി പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കശുവണ്ടി പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ എന്തോരം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഷേക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒരു 4 എണ്ണമൊക്കെ വീതം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ ഉണക്കമുന്തിരി അത് നമ്മൾ ഇട്ട് കൊടുക്കണുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പിസ്ത അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ സിറപ്പ് അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ബൂസ്റ്റ് മിൽക്ക് ഷേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഇതായിട്ടുള്ള ഷേക്കാണിത്. ഇത് നമുക്ക് ഡെയിലി ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ നമുക്ക് നല്ലതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. അധിക സമയമൊന്നും കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഷേക്കാണിത്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.